മേലിൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എന്നെ കൊണ്ടുവരരുത്. എടി, നീ ബാംഗ്ലൂരിൽ പോയി പഠിച്ചത് ഇതാണോടി? കണ്ട ആമ്പിള്ളേരുടെ കൂടെ. കണ്ടവരല്ല, ഞാൻ പോയത് രാധാകൃഷ്ണന്റെ കൂടാ. ഐ ലൈക്ക് ഹിം, ഐ ലവ് ഹിം. എന്താ ഇത്? സ്റ്റാഫിന് മുമ്പ് വെച്ചോ? വാ പറയട്ടെ, വാ. എടാ, അവന്റെ മോളെ ചീത്തയാക്കി ഇത് കുടുംബം നശിപ്പിച്ചടാ വാസു. അമ്മണിയല്ല എന്നോട് പറഞ്ഞു, ഇനി നീ ഇങ്ങനെ ബഹളം വെച്ച് നാട്ടുകാരെ അറിയിക്കാതെ. പിന്നെ അവരെ ഞാൻ വെറുതെ വിടാനോ? അതല്ല, 10 പേരറിഞ്ഞ നമ്മുടെ മോക്കാട് അതിന്റെ പേര് ദോഷം. കാര്യം എനിക്ക് വിട്ടുന്നേക്ക്, ഞാൻ സമാധാനമായിട്ട് കൈകാര്യം ചെയ്തോളാം. രാധാകൃഷ്ണൻ ഇരിക്ക് രാധാകൃഷ്ണ. എന്താടോ ഒരു പ്രശ്നം? നീയും ഡെയ്സി മോളും പറയേ. നീ അവളെ വിളിച്ച് ഹോസ്റ്റലിന് പുറത്തു കൊണ്ടുപോകാറുണ്ടോ? പറയേ. ഉണ്ട്. എവിടെയൊക്കെ? പരിഭ്രമിക്കണ്ട, പറഞ്ഞോളൂ. ഞങ്ങള് റെസ്റ്റോറൻറ്റില്, സിനിമയ്ക്ക്, ലാൽബാഗില്. പിന്നെ നീ അവളെ ഒരു ദിവസം മൈസൂർ വൃന്ദാവനത്തേക്ക് കൊണ്ടുപോയി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചോ? അതൊക്കെ തെറ്റല്ലേ രാധാകൃഷ്ണ? അവളൊരു കുട്ടിയല്ലേ, അങ്ങനെ കൊണ്ടുപോയി പഴപ്പിക്കാവോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ. ഡെയ്സി എന്നെ കല്യാണം കഴിക്കൂ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവര് ജാതി വേറെ, ക്രിസ്ത്യാനികള്, നമ്മൾ ഹിന്ദുക്കളല്ലേ. ജാതിയും മതമൊന്നും സ്നേഹത്തിന് ഇല്ലേ. കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ. നിനക്ക് സ്വന്തമായിട്ടൊരു ഏർപ്പാട് തുടങ്ങാനുള്ള പണം ഇതിലുണ്ട്, എടുത്തു. ഇനി ആ കുടുംബത്തെ ഉപദ്രവിക്കരുത്. ആളെ വിട്ട് ഒളിപ്പിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു വിലപേശാനാണെന്ന്. ഇതിനെന്നെ കിട്ടില്ല. രാധാകൃഷ്ണ, എന്നെ ഒഴിവാക്കി ഡെയ്സിയെ മറ്റൊരുത്തനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കണ്ട, നടക്കില്ല. എടാ, നിന്റെ തടി ചീത്തയാവും. ഭീഷണിയൊന്നും വേണ്ട സാർ. വരട്ടാനാണെങ്കിൽ എനിക്കും അറിയാം. എന്നെ നിനക്കറിയാവല്ലോ. വാസ്കോയുടെ സ്പിരിറ്റ് കച്ചവടത്തിന്റെ താവളങ്ങൾ മുഴുവൻ, ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ച് നിങ്ങളുണ്ടാക്കിയ കള്ളപ്പണത്തിന്റെ കണക്കുകൾ മുഴുവൻ എനിക്കറിയാം. രാധാകൃഷ്ണ, ആ പെണ്ണിന് ബൃന്ദാവനത്തിൽ മാത്രമല്ല മറ്റെവിടെയൊക്കെ കൊണ്ടുപോയെന്നും എന്തൊക്കെ ചെയ്തെന്നും ഉള്ള തെളിവുകൾ, ഫോട്ടോ സഹിതം എന്റെ കയ്യിലുണ്ട്. അവളെ ഉടുതുണിയില്ലാതെ മുതലാളി, പയ്യന്റെ കാറ്റ് പോയി. ചത്തങ്കി എടുത്ത് എറിയടാക്കിയോട്ട്. എറിയാൻ. വാസു, എന്താ ഈ നേരത്ത്? ഞാൻ അകത്തേക്ക് വരും. ഈ ഹോട്ടലിന്റെ പ്രൊപ്പറേറ്റർ മിസ്റ്റർ വാസു ഇവിടെ? വീട്ടിലുണ്ടാവും.
മോളെ വാസു എവിടെ? പിന്നെ ആ നീ ചുമ്മാ ഇരിയടാ ചാക്കോ. ആ പിന്നെ KRC ഹോട്ടലിലേക്ക് വിടണ്ട, നിന്റെ വീട്ടിലിരുത്തിയാ മതി കേട്ടോ. ശരി. എന്താ വാസു ഉണ്ടായത്? ആ ചെറുക്കൻ രാധാകൃഷ്ണൻ ചാടി ചത്തു. ആളുകൾ പലതും പറയുന്നുണ്ട്, കുഴപ്പമാവും. ഞാൻ ഉടനെ തിരുവനന്തപുരത്ത് പോയി ഹോം മിനിസ്റ്ററെ കണ്ട്. ഏയ് വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ചേട്ടാ, പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. മിസ്റ്റർ വാസു, ഞാൻ ആ രാധാകൃഷ്ണന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. ആ ഇന്നലെ രാത്രി 10 മണിക്ക് നിങ്ങൾ അവനുമായി ക്ഷോഭിച്ച് സംസാരിക്കുന്നത് കണ്ടവരുണ്ട്. ശരിയാണ്. എന്തായിരുന്നു കാര്യം? കമ്പനി വക ക്യാഷ് കൈകാര്യം ചെയ്തതിൽ അവൻ ചില കൃത്രിമങ്ങൾ കാണിച്ചു. മോട്ടിച്ച കാശ് രാവിലെ തിരിച്ചു തന്നില്ലെങ്കിൽ എന്റെ വിധം മാറുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. നിങ്ങൾ അവനെ ദേഹോപദ്രവം ഏൽപ്പിച്ചില്ലേ? ഇല്ല. ടെറസിന്റെ വേദന കൊണ്ട് ആർത്തു വിളിച്ച ആ പയ്യന്റെ കരച്ചിൽ കേട്ടവരുണ്ടല്ലോ, നിങ്ങളുടെ ഹോട്ടലിൽ താമസിക്കുന്നവർ തന്നെ. ഞാൻ കേട്ടില്ല. പിന്നെ അവനെങ്ങനെ ടെറസിന്റെ തലവത്ത് താഴെ വീണു? അത് നിങ്ങൾ പോയി അവനോട് ചോദിക്കണം. മിസ്റ്റർ, ഡോൺ പ്ലേ സ്മാർട്ട്. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ മര്യാദ കൊണ്ടാണ്. കിട്ടിയ തെളിവുകൾ വെച്ച് നിങ്ങളെ സ്റ്റേഷനിൽ വരുത്താനും പോലീസ് മുറയിൽ ചോദ്യം ചെയ്യാനും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇതൊക്കെ ഞാനും കുറെ കണ്ടതാണ് സാറേ. കിട്ടിയ തെളിവെന്ന് വെച്ചാൽ ഞാൻ ആ ചെറുക്കനെ കൊന്നു എന്നാണോ? അതെ സാറേ, 10-14 വയസ്സ് മുതൽ തല്ലും കൊത്തും കൊണ്ടും കൊടുത്തും വളർന്നവനാ ഞാൻ. ആവശ്യം വന്നാൽ ഇന്ന് ഒരുത്തനെ കൊല്ലാൻ എനിക്ക് മടിയില്ല. ആ ശവത്തിന്റെ പൊടി പോലും നിങ്ങളെ കാണിക്കാതിരിക്കാനും എനിക്കറിയാം. അല്ലാതെ ഈ പീറ ചെറുക്കനെ ഞാൻ തന്നെ കൊന്നിട്ട് എന്റെ ഹോട്ടലിന്റെ മുമ്പിൽ ഇടാൻ മാത്രം വിട്ടിയാണ് ഞാനെന്ന് സാറിന് തോന്നുന്നുണ്ടോ? പിന്നെ അവനെങ്ങനെ? അവൻ ചെയ്ത കുറ്റം പോലീസിൽ അറിയിക്കുമെന്ന് ഭയന്നിട്ടാവും ജീവൻ ഒടുക്കിയത്. ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടാ, അത് പേടിച്ച് ഞാൻ ഇവിടുന്ന് കുടുംബത്തോടെ ഒളിച്ചോടി പോകാനോ? പേടിച്ചിട്ടല്ല ചാക്കോ. ഏതായാലും മദിരാശിയിൽ നമ്മൾ ഇത്രയൊക്കെ പണം മുടക്കി. നമ്മളിൽ ആരെങ്കിലും ഒരാൾ അവിടെ നിന്നേ പറ്റൂ. ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ നീ പോയി നിൽക്കുന്നതാണ് നല്ലത്. അമ്മയുടെ അഭിപ്രായം എന്താ? ഈ വീടും കുടിയും വിട്ട് അന്യനാട്ടിൽ പോയി കഴിയാൻ. என்னம்மா நீங்க மெட்ராஸ் உங்க சொந்த ஊர் மாதிரி நினைச்சீங்க. உங்களுக்கு எந்த குறையும் வராம நான் பாத்துக்கிறேன். அங்க நம்ம கெஸ்ட் ஹவுஸ் இருக்கு, அதுலயே நீங்க தங்கிடலாம். அப்புறம் உங்க பொண்ணை பத்திய கவலையை விட்டுடுங்க. மெட்ராஸ்லயே பெஸ்ட் காலேஜில் நான் சேர்த்துடுறேன். அப்புறம் என்ன வேணும்? അമ്മണി, ഇനി ഒന്നും ആലോചിക്കണ്ട. എല്ലാം കൊണ്ടും നിങ്ങൾ കുറച്ചു കാലം ഇവിടുന്ന് മാറി താമസിക്കുന്നതാണ് നല്ലത്. എന്താ? ശരി വാസു, കുറച്ചെങ്കിലും സ്വൈരം തടാ. സ്വൈര്യം കിടത്ത് ഞാൻ എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. ആളുകൾ പറയുന്നതേ രാധാകൃഷ്ണൻ വാസുവേട്ടൻ ചവിട്ടി കൊന്ന. Your bloody mouth. ശ്രീദേവി എവിടെ? തലവേദനയാണെന്ന് പറഞ്ഞ് പോയി കിടന്നു. ശ്രീദേവി, 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 എന്തു പറ്റി നിനക്ക്? ശ്രീദേവി, ശ്രീദേവി, കണ്ണവർക്ക്. നിങ്ങൾ രാധാകൃഷ്ണനെ കൊന്നു. മോനെ, നീ വാസുവിനെ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയേ. അച്ഛൻ എന്താ തിരയുന്നത്? ഇതാണോ? മോളെ, നീ എന്തിനത് വീണ്ടും തുടങ്ങി? ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ രക്ഷപ്പെടുത്താനല്ലേ ഇങ്ങോട്ട് ഇറക്കി വിട്ടത്. അതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടു. വാരിക്കോരി വാങ്ങുന്നുണ്ടല്ലോ മരുമകന്റെ കയ്യിൽ നിന്ന്. കടങ്ങൾ വീട്ടാനും സമുദായത്തിൽ പ്രമാണി ചമയാനും. എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. ഞാൻ വീട്ടിലേക്ക് വരികയാണ്. ശ്രീദേവി,
വാസുവിനോട് ചോദിക്കാതെ? വേണ്ട. ശ്രീദേവി, എന്താ ഇത്? ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. പെട്ടെന്ന് ഇങ്ങനെ? എനിക്ക് വയ്യ. നിനക്ക് അസുഖം വല്ലതുമാണെങ്കിൽ ചികിത്സിക്കാൻ ഇവിടെ സൗകര്യം. നീ പോണ്ട. എന്നെ ഇവിടെ തടവിലിടാനാണോ ഉദ്ദേശം? അല്ല, ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ. അതിന് നീ ഇതുവരെ സഹകരിച്ചിട്ടില്ലല്ലോ. രാപകല് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട്ടിൽ കയറി വരുന്ന എന്നെ ഒരു ഭാര്യയുടെ സ്നേഹത്തോടെ എന്തെങ്കിലും നീ സ്വീകരിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ അന്നു മുതൽ പകയും വൈരാഗ്യം വെച്ച് മാത്രമേ നീ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എന്തിനാ നീ എന്നെ ഇങ്ങനെ വെറുക്കുന്നേ? ഏതാടാ ഈ റിപ്പോർട്ടർ ജയചന്ദ്രൻ? ഉടനെ പുറത്താവും. വേറെടാ ഇരിക്കാൻ. താനല്ലേ ഈ റിപ്പോർട്ട് എഴുതിയ ജയചന്ദ്രൻ? കഴിക്കേ. കഴിക്കടോ, ഇത് സ്കോച്ചാണ്. ആത്മഹത്യയോ കൊലപാതകമോ, ഒരു പ്രേമത്തിന്റെ അന്ത്യം. എടോ, കല്യാണം കഴിച്ചയക്കേണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ച് താൻ എന്തൊക്കെ അനാവശ്യമാടോ എഴുതി വെച്ചിരിക്കുന്നേ? സത്യം തനിക്കറിയണോ? കുടി. ഈ രാധാകൃഷ്ണനെ തനിക്ക് നേരത്തെ അറിയാമായിരുന്നോ? അവന്റെ വീടും കുടുംബമൊക്കെ? ഇല്ല. ചാക്കോ, മതി. അതേ തൊഴിൽ വയറ്റിപ്പിഴപ്പിന് വേണ്ടി മുമ്പ് ഞങ്ങളും ചെയ്തിട്ടുള്ളതാ. എനിക്ക് അയാളോട് ദയ തോന്നി. പക്ഷേ സർക്കാരിന് കിസ്ത അടച്ച് ചാരായ കച്ചവടം നടത്തുന്ന ഞങ്ങൾക്ക് അയാളുടെ കള്ളവായിട്ട് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ത് പണിയാണേലും ഷാപ്പിൽ എച്ചിൽ പറക്കുന്ന ജോലിയാണെങ്കിൽ എന്റെ മോൻ ചെയ്തോളും. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും തെരുവിൽ ഇറങ്ങേണ്ടി വരും മുതലാളി. അന്ന് രാധാകൃഷ്ണൻ ഞാൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നു. എച്ചിൽ പറക്കുന്ന പണിക്കല്ല, ഓഫീസിൽ ജോലി കൊടുത്തു. വിശ്വസിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കരുതി എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. എന്നിട്ട് ആ നാറി ഇവിടെ നിന്നുകൊണ്ട് എന്റെ നേരെ വാസ്കോ സ്ഥാപനം തകർക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ എന്ത് ചെയ്യണോടോ? അതേ ഞാൻ ചെയ്തുള്ളൂ. ചവിട്ടി തൊഴിച്ച് അവന്റെ എല്ല് നുറുക്കി എടുത്ത് താഴോട്ടിട്ടു. അല്ലാതെ പ്രേമവും പുല്ലുമൊന്നും അല്ല. താൻ എഴുതിക്കോ, രാധാകൃഷ്ണനെ ഈ വാസ്കോ വാസു ചവിട്ടിക്കൊന്നു. താനത് കൂടി. சாக்கோ, இப்ப நம்ம பார்க்க போறது மைசூர்லயே பெரிய அப்காரி கான்ட்ராக்டர்ஸ். ஆனா நீங்க கேரளாவிலே பெரிய அப்காரி கிங்கு. அதை மனசுல வச்சுக்கிட்டு அது மாதிரி பிஹேவ் பண்ணணும். மற்றதெல்லாம் நான் பார்த்துக்கிறேன். ஓகே? വാസു അറിയാതെ കാര്യം இதுக்கெல்லாம் போய் கவலைப்பட்டுக்கிட்டு. இந்த டிராஃப்டை கையில வச்சிங்க. ഇതിൽ എത്ര രൂപയാണ് എഴുതിയിരിക്കുന്നത്? 1 கோடி ரூபா. என்ன நினைச்சீங்க? இவர் ஒன்றும் சும்மா வரல. നിങ്ങളെ ആരെയും ഉപദ്രവിക്കാനല്ല. വാസ്കോ കമ്പനിക്ക് മൈസൂരിൽ ஒரு ஃபுட்டிங் வேணும். He wants all your help. That's all. KRC, please. സാറേ, ഞാൻ ഒരു മലയാളിയാ. കഴിഞ്ഞ 2 വർഷമായി മൈസൂർ സിറ്റി റേഞ്ച് ഞാനാ നടത്തി വരുന്നത്. ഇനി നമ്മൾ നാട്ടുകാർ തമ്മിൽ പടവെട്ടി സർക്കാരിന് കാശുണ്ടാക്കി കൊടുക്കണോ? ഈ ചോദ്യം
എനിക്ക് അങ്ങോട്ട് പോകാമല്ലോ. மிஸ்டர் சாக்கோ, இவங்க எல்லாம் இந்த ஊருக்காரங்க. இந்த வருஷம் நம்ம கான்ட்ராக்டை விட்டு கொடுத்துடலாம். சும்மா இல்ல, அதுக்காக இவங்க எல்லாம் நமக்கு 5 ലക്ഷം രൂപ തരാங்க. 5ന് ബദലാ 15 ലക്ഷം ഞാൻ കൊടുക്കാം. സിഗരറ്റ്? നോ താങ്ക്സ്. മലയാളിയാണെന്നല്ലാതെ പേര് പോലും പറഞ്ഞില്ലല്ലോ. പേര് പീതാംബരൻ, തിരുവനന്തപുരത്താ വീട്. ഇത് ആ, ഒരു നിമിഷം പന്നി. ഇപ്പൊ വരാം. எனக்கு நீங்களும் வேணும், அவங்களும் வேணும். 5 வேணாம் 15 வேணாம். நான் ஒண்ணு சொல்றேன், இவங்க 10 லட்சம் ரூபாய் உங்களுக்கு தராங்க, வாங்கிக்கங்க. നടക്കില്ല KRC. ನಮ್ಮ ಹೊಟ್ಟೆ ಹೊಡಿಬೇಡಿ. ಈ 10 ಲಕ್ಷ ರೂಪಾಯಿ ತುಂಬಾ ಕಷ್ಟದಿಂದ ಕೊಡ್ತಾ ಇದೀವಿ, ತಗೊಳ್ಳಿ. தகவல்னா வாங்கிக்கிங்கன்னு அர்த்தம். வாங்கிக்கங்க. വാസ്കോ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത്. നിങ്ങൾക്ക് വേണ്ടി. താങ്ക് യു വെരി മച്ച്. മമ്മി, എനിക്ക് ഈ ഹോസ്റ്റൽ മടുത്തു. ഞാൻ വീട്ടിലേക്ക് വരും. വേണ്ട മോളെ, നീ അങ്ങോട്ട് വരണ്ട. നിന്റെ അപ്പൻ വളരെ മാറിപ്പോയി. ഞാൻ തന്നെ ആ വീട്ടിലിപ്പോ ഒരധികപ്പറ്റാണ്. ആ, അപ്പൊ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ഇതുപോലെ നമ്മൾ ബാംഗ്ലൂർക്ക്. അല്ല KRC? മോള് പോ. കണ്ടോടി, നീയല്ലേ പറയാറ് ഞാൻ വാസ്കോയുടെ വാലാണെന്ന്? അല്ലടി, ഈ തല കൊണ്ട് ചില്ലി കാശ് മുടക്കാതെ ഞാൻ തനിയെ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ നിനക്ക് ബോധ്യമായോ ഞാൻ ആരാണെന്ന്? ഞാൻ കാണുന്നുണ്ടല്ലോ, തരാതരത്തില് കൊണ്ട തേവിടി ചെളിയും കൊണ്ട്. ചൂലേ, എന്താ നീ പറഞ്ഞത്? ഈ തോന്നിയാസം സഹിച്ചോണ്ട് എനിക്ക് ഇനി ഇവിടെ ജീവിക്കാൻ ഒക്കില്ല. പിന്നെ ഉണക്കക്കമ്പ് പോലിരിക്കുന്ന നിനക്ക് വേണ്ടി ഞാൻ ഒരു പുണ്യാളാണോ? എനിക്ക് സൂഹിക്കണോടി. കണ്ടവരുടെ കള്ളും ചാരയും ചുമന്ന് നടന്ന കാലത്ത് ഞാൻ മതിയായിരുന്നു. അന്നേ വയറ് പട്ടിണിക്കിട്ട് ഉള്ളത് മുഴുവൻ തനിക്ക് വെച്ച് വിളമ്പി തന്നിട്ടുള്ളവളാ ഞാൻ. നിർത്തടി. ഇല്ല, 4 കാശ് കയ്യിൽ വന്നപ്പോ എല്ലാം മറന്ന് എന്നോട് കാണിക്കുന്ന ഈ ക്രൂരത താൻ അനുഭവിക്കും. ദൈവം ഒന്നൊരാൾ മുകളിലുണ്ടെങ്കിൽ താൻ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഞാൻ